Hi everyone, this is Renu A, Managing Director and Principal Consultant Godspeed Immigration. ഇന്ന് എൻ്റെ കൂടെ ഇവിടെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോഡ്സ്പീഡിൻ്റെ ക്ലൈൻറ്റ് മിസ് ആനി ജേക്കബ്, അദ്ദേഹത്തിൻ്റെ സ്പൗസ് മനു രാജു ആൻഡ് ഡോട്ടർ സെറ മറിയം ജോൺ ആൻഡ് ഗോഡ്സ്പീഡിൻ്റെ കേസ് ഹെഡ് അഞ്ജു രാമചന്ദ്രനാണ്. സോ ഈ ക്ലൈൻറ്റിൻ്റെ ജേർണി ഞാനൊന്ന് പറയാം. ആനി ജേക്കബ് വെബ് ഡെവലപ്പറാണ്. അദ്ദേഹത്തിന് വിസ ഗ്രാൻഡ് ആയിരിക്കുന്നത് വിക്ടോറിയ ഓസ്ട്രേലിയ 190 ആണ്. 75 പോയിന്റ്സിലാണ് വിസ ഗ്രാൻഡ് വന്നിരിക്കുന്നത്. അത് 5 പോയിന്റ്സ് ഇൻക്ലൂഡിംഗ് സ്റ്റേറ്റ് നോമിനേഷൻ. ദാറ്റ് മീൻസ് 70 പോയിന്റ്സ് ആണ് അദ്ദേഹത്തിനുള്ളത്. എക്സ്പീരിയൻസ് ക്ലെയിം ചെയ്ത് ഓസ്ട്രേലിയൻ കമ്പ്യൂട്ടർ സൊസൈറ്റിയിൽ നിന്നും റിസീവ് ചെയ്തിരിക്കുന്നത് 5 ഇയേഴ്സ് ആണ്. 65 ആയിരുന്നു അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി വരുന്നത്. വിസ ഗ്രാൻഡ് ആയിരിക്കുന്നത് 15 ഓഗസ്റ്റ് 2024 ആണ്. നമുക്ക് അദ്ദേഹത്തിന്റെ ജേർണി ഒന്ന് നോക്കാം. അദ്ദേഹം എന്താണ് ഗോഡ്സ്പീഡിനെ പറ്റി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ആനി പ്ലീസ്. ഹായ്. സോ ഞങ്ങളൊരു 2 years ബാക്കാണ് ഞങ്ങൾ ഓസ്ട്രേലിയയെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് തുടങ്ങിയത്. ആ സമയത്ത് ഞങ്ങൾ ഗൂഗിളിൽ കുറേ ഏജൻസിയുടെ റേറ്റിംഗ്സും റിവ്യൂസും ഒക്കെ നോക്കിയായിരുന്നു. അപ്പം അത് നോക്കിയതിന് നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഗോഡ്സ്പീഡ് ആയിരുന്നു. ഞങ്ങൾ ഗോഡ്സ്പീഡിനെ കോൺടാക്ട് ചെയ്തു. ഗോഡ്സ്പീഡിനെ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ പ്രോസസ്സ് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്തു. സ്കിൽ അസസ്മെൻറ്റ് നടത്തി. ലാംഗ്വേജ് ടെസ്റ്റ് ആദ്യം എടുത്തു, വീണ്ടും സ്കിൽ അസസ്മെൻറ്റ് നടത്തി. അതിലെല്ലാം ഗോഡ്സ്പീഡിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്കിൽ അസസ്മെൻറ്റ് നടത്തി ഞങ്ങൾ ഒരു EOE ROE ഒക്കെ ലോഡ്ജ് ചെയ്ത് കഴിഞ്ഞ് യൂഷ്വലി എടുക്കുന്നതിനേക്കാളും വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് പ്രീ ഇൻവൈറ്റ് വന്നു. ഞങ്ങളൊരു നവംബർ 2022 EOI സബ്മിറ്റ് ചെയ്യുന്നത്. ജനുവരി ഞങ്ങൾക്ക് പ്രീ ഇൻവൈറ്റ് കിട്ടി. മാർച്ചിൽ ഫൈനൽ ഇൻവൈറ്റും കിട്ടി. ഏപ്രിലോടെ ഞങ്ങൾ വിസയിൽ ലോഡ്ജ് ചെയ്തു. പിന്നെ യൂഷ്വൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ എടുക്കുന്ന ആ ഒരു ടൈം എടുത്തു. അറൗണ്ട് ഒരു 1.5 ഇയേഴ്സിനുള്ളിൽ ഇപ്പോൾ ഞങ്ങൾക്ക് 190 വിസ PR വിസ. ഞങ്ങൾ ആക്ച്വലി PR 491 ആയിരുന്നു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 190 കിട്ടി. So we are happy, especially Donna and Ahmad from Godspeed. They were really helpful. Actually, when the visa then got delayed, we were actually confused. Like there were some financially renting, all those things were happening. സോ ആ സമയത്തൊക്കെ ഞാൻ ഡോണയായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരി അപ്പോഴെല്ലാം ഒരു പ്രോപ്പർ ഗൈഡൻസ് തരുന്നുണ്ടായിരുന്നു. ഓവറോൾ നിങ്ങൾക്ക് ഗോഡ്സ്പീഡ് സൈഡിൽ നിന്ന് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. താങ്ക് യു രേണു ആൻഡ് താങ്ക് യു.